أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال: أنزل الناس منازلهم. നബി പറഞ്ഞു, മനുഷ്യരെ അവർ അർഹിക്കുന്ന സ്ഥാനത്ത് ഇരുത്തുക. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തൊരു ഭിക്ഷക്കാരൻ വന്നു. അപ്പോൾ അയാൾക്ക് അല്പം റൊട്ടി നൽകി പറഞ്ഞയച്ചു. മറ്റൊരാള് നന്നായി വസ്ത്രം ധരിച്ച് നല്ല രൂപത്തിൽ വന്ന ഒരാള് അയാളെ വീട്ടിൽ കയറ്റി സൽക്കരിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. അപ്പം ഇത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസിലുൻ നാസ മനാസിലഹും, ജനങ്ങളെ അവര് അർഹിക്കുന്ന സ്ഥാനത്ത് ഇരുത്തുക എന്ന് നബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ യുക്ത്യാധിഷ്ഠിതമായ ഒരു ഹദീസാണ്. ഓരോരുത്തരുടെയും നിലയും വിലയും അനുസരിച്ച് വേണം അവരുമായി ബന്ധപ്പെടേണ്ടത്, പെരുമാറേണ്ടത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ പൊതുവെ രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗത്തോട് പ്രത്യേകം കടപ്പാടുകളും ബാധ്യതകളും ഉള്ളവരാണ്. മാതാപിതാക്കള്, സന്താനങ്ങള്, ബന്ധുക്കള്, അയൽവാസികള്, സുഹൃത്തുക്കള്, പണ്ഡിതന്മാര്, ഗുരുക്കന്മാര് തുടങ്ങി അവരോടൊക്കെ പ്രത്യേക കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. പെരുമാറ്റ മര്യാദകളൊക്കെ, അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് ഇസ്ലാമിക ശരീഅത്ത് വിശദമായിട്ട് പഠിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ വേറൊരു വിഭാഗം അവരോട് പ്രത്യേക കടപ്പാടുകളും ബാധ്യതകളൊന്നും ഇല്ല, എങ്കിലും അവരോട് മാനുഷികവും ഇസ്ലാമികവുമായ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കേണ്ടതുണ്ട്. അവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷമിപ്പിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക, അവർ നാം ഇഷ്ടപ്പെടുന്ന നന്മകൾ അവർക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക, നാം ഇഷ്ടപ്പെടാത്ത തിന്മകൾ അവർക്ക് ബാധിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക, അവർക്ക് ബാധിക്കാവുന്ന വിഷമതകളെ അകറ്റുവാനായിട്ട് പ്രയത്നിക്കുക, കഴിവിൻപടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വലിയവരെ ആദരിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക, മാതാപിതാക്കളോട് കൽപ്പിക്കപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റ മര്യാദകൾ, ബാധ്യതകളൊക്കെ നിർവഹിച്ചു കൊടുക്കുക, ഭാര്യയോടുള്ള കടപ്പാട് നിർവഹിക്കുക, അതേപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടുള്ള കടപ്പാട് നിർവഹിക്കുക. ഇങ്ങനെ സമൂഹത്തിൽ വിവിധ തട്ടുകളിലുള്ളവരോട് ശരിയെഴുത്ത് കൽപ്പിച്ച രീതിയിൽ പെരുമാറുകയും ബന്ധപ്പെടുകയുമാണല്ലോ വേണ്ടത്. ഭരണാധികാരികളോടും നേതാക്കന്മാരോടും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂസയോടും ഹാറൂനോടും ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കേണ്ട രീതി അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായി. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങളിരുവരും ഫറോവയുടെ അടുത്തേക്ക് പോവുക, അവൻ പരമധിക്കാരിയായി മാറിയിരിക്കുന്നു. രണ്ടുപേരും അവനോട് മയത്തിൽ സംസാരിക്കണം. അപ്പോൾ അവൻ ഉപദേശം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിന് ഭയപ്പെടുകയോ ചെയ്തേക്കാം. പ്രബോധന രംഗത്ത് അനുവർത്തിക്കേണ്ട ശൈലി എങ്ങനെയായിരിക്കണമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. പ്രബോധിതരെ വെല്ലുവിളിക്കുക, അവരെ അധിക്ഷേപിക്കുക, അവരുമായി വാക്കേറ്റം നടത്തുക, ഇങ്ങനെയുള്ള ഇതൊന്നും പാടില്ല. നേരെ മറിച്ച് അവരിൽ നിന്ന് മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഫഅഫു അൻഹും വസ്ഫഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അവരോട് ക്ഷമിക്കുക, അവരുടെ ദ്രോഹങ്ങൾക്ക് നേരെ കണ്ണടക്കുക. നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. മറ്റൊരായതിൽ പറഞ്ഞത് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. അവരോട് വിട്ടുവീഴ്ച കൈക്കൊള്ളുക, നന്മ കൽപ്പിക്കുക, അവിവേകികളെ അവഗണിക്കുക. അതുപോലെ തന്നെ കുട്ടികളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവർത്തിച്ചിരുന്ന രീതിയും പെരുമാറ്റ സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഹദീസിൽ ഒരുപാട് വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്.
ഒരിക്കൽ വിശ്വാസയുടെ സദസ്സിൽ ഒരു കോപ്പ പാല് കൊണ്ടുവന്നു. നബിയുടെ വലത് ഭാഗത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ഇടത് ഭാഗത്ത് പ്രായമായവരും ഇരിക്കുന്നുണ്ട്. വിശ്വാസം അല്പം കുടിച്ചിട്ട് കുട്ടിയോട് ചോദിച്ചു, ഇടത് ഭാഗത്തിരിക്കുന്ന വലിയവർക്ക് ഞാനത് കൊടുക്കട്ടെ? അപ്പൊ കുട്ടി പറഞ്ഞു, താങ്കളിൽ നിന്നും എനിക്ക് കിട്ടേണ്ട അവകാശം ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. അഥവാ വലതു ഭാഗത്തുള്ളവർക്കാണല്ലോ മുൻഗണന കൊടുക്കേണ്ടത്. അങ്ങനെ വിശ്വാസത്തെ കുട്ടിക്ക് തന്നെ ആദ്യം നൽകുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവായ അബീ ഖുഹാഫ, അദ്ദേഹം മക്ക വിജയനാളില് നബിയുടെ അടുത്ത് വന്നു. വന്നതിന് വിശ്വാസങ്ങളുടെ സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ ചോദിച്ചു, ഹല്ല തറക്ത ശൈഖ ഫി ബൈത്തിഹി ഹത്ത ആതി, ഈ വന്യവയോധികനെ ഞാൻ വന്ന് കാണുന്നത് വരേക്കും വീട്ടിലിരുത്തിയാൽ പോരായിരുന്നോ? എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത്ര കഷ്ടപ്പെട്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ അദ്ദേഹത്തെ ചെന്ന് കാണുന്നതിനേക്കാൾ പിതാവിന് ഇഷ്ടപ്പെട്ടത് താങ്കളുടെ അടുത്ത് വന്ന് കാണുക എന്നതായിരുന്നു. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ ഖുഹാഫയെ നബി തന്റെ അടുത്തിരുത്തി അദ്ദേഹത്തിന് നെഞ്ചിൽ തടവിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക, താങ്കൾക്ക് വിജയം പ്രാപിക്കാം. അത് കേൾക്കേണ്ട താമസം അദ്ദേഹം തന്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു. അപ്പൊ വൃദ്ധന്മാരോടൊക്കെ വിശ്വാസപരമായ എത്രമാത്രം ആദരവോടുകൂടിയാണ് പെരുമാറുന്നതെന്നാണ് സംഭവം സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിനെതിരിൽ അങ്ങേയറ്റത്തെ ശത്രുത വെച്ച് പുലർത്തിയ ആളായിരുന്നല്ലോ അബൂ സുഫിയാൻ. നബിയെയും സഹാബികളെയും ഉപദ്രവിച്ചതിനൊരു കയ്യും കണക്കുമില്ല. മദീനക്ക് നേരെ സകല യുദ്ധങ്ങളിലും സജീവമായിട്ട് പങ്കുവയ്ക്കുകയും അതിനൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആളാണല്ലോ. അദ്ദേഹത്തോട് മക്ക വിജയ ദിവസം വിശ്വാസത്തിലും അനുവർത്തിച്ച രീതി എങ്ങനെയായിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രതികാരം അദ്ദേഹത്തോട് ചെയ്തില്ല. മാത്രമല്ല പൂർണ്ണ സുരക്ഷ നൽകുകയും ചെയ്തു. കൂടാതെ ഇപ്രകാരം വിളംബരം ചെയ്തു, മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും അഭയം തേടിയാൽ അവൻ നിർഭയനായിരിക്കും, സുരക്ഷിതനായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനവും കൂടി അബൂ സുഫിയാന് നൽകുകയാണ് നബി ചെയ്തത്. ഇസ്ലാമിന്റെ മറ്റു ശത്രുവായിരുന്ന സുമാമത്ത് ബിൻ അസാൽ, അദ്ദേഹം യമാമ ഗോത്രക്കാരുടെ നേതാവായിരുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ബന്ധനസ്ഥനാക്കപ്പെട്ട് മസ്ജിദ് നബവിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തോട് വളരെ നന്നായി പെരുമാറാൻ വിശ്വാസം തന്റെ അനുയായികളോട് കൽപ്പിച്ചു. അങ്ങനെ നിത്യവും വിശ്വാസം അദ്ദേഹത്തോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ഓരോ ദിവസവും അദ്ദേഹം പറയും, താങ്കൾ വധിക്കുകയാണെങ്കിൽ പകരം ചോദിക്കാൻ ആളുകളുള്ള ഒരാളെ ആയിരിക്കും താങ്കൾ വധിക്കുന്നത്. അതല്ല, മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നന്ദിയുള്ളവനും ചോദിക്കുന്ന ധനമൊക്കെ നൽകാൻ തയ്യാറുള്ളവനുമാണ് ഞാൻ. അങ്ങനെ 3 ദിവസവും വിശ്വാസം അദ്ദേഹത്തോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചപ്പോഴൊക്കെ ഇതേ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അവസാനം വിശ്വാസം അദ്ദേഹത്തെ നിർവാധികം വിട്ടയക്കാൻ കൽപ്പിച്ചു. അദ്ദേഹം നേരെ പോയത് തൊട്ടടുത്തൊരു തോട്ടത്തിലേക്കാണ്. അവിടെ ചെന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ചിട്ട് നബിയുടെ അടുത്ത് വന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മുസ്ലിമായി. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ മുഖത്തേക്കാൾ എനിക്ക് ക്രോധകരമായ മറ്റൊരു മുഖവും ഇല്ലായിരുന്നു. താങ്കളുടെ പട്ടണത്തേക്കാൾ കോപിഷ്ടകരമായ എനിക്ക് വെറുപ്പുളവാക്കുന്ന മറ്റൊരു പട്ടണവും ഇല്ലായിരുന്നു. താങ്കളുടെ ദീനിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു ദീനും എനിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം താങ്കളുടേത് മാത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം ഈ മദീന മാത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ ഈ ഇസ്ലാം മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് ജനങ്ങളോടൊക്കെ പെരുമാറേണ്ടത്, അവരവരുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. അതാണ് ഹദീസിൽ പറഞ്ഞത്, അൻസിലുൻ നാസ മനാസിലഹും. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.